നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. മൂടിവച്ച സത്യങ്ങൾ. വയനാട് യത്തീംഖാനയിൽ വിദ്യാർത്ഥികൾ ക്രൂരമാനഭംഗത്തിനിരയായതായി PK ശ്രീമതി. മുറിയിൽ പൂട്ടിയിട്ട് അതിക്രൂരമായി പീഡിപ്പിച്ചു. നഗ്നചിത്രങ്ങൾ പകർത്തിയ ശേഷം ഭീഷണിപ്പെടുത്തി പലതവണ പീഡിപ്പിച്ചെന്നും പെൺകുട്ടികൾ വെളിപ്പെടുത്തിയതായി MP. കുട്ടികളുടെയും ജീവനക്കാരുടെയും ക്ഷേമത്തിനു വേണ്ടി ധാരാളം കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നിയമപരമായി രൂപീകരിക്കേണ്ട ലൈംഗിക ചൂഷണം തടയാനുള്ള കമ്മിറ്റി സ്ഥാപനത്തിലില്ല. എത്ര പേർ പീഡിപ്പിക്കപ്പെട്ടു എന്ന് വ്യക്തമല്ലെന്നും കുട്ടികളെയെല്ലാം കൗൺസിലിംഗിന് വിധേയരാക്കണമെന്നും PK ശ്രീമതി. അതേസമയം വിഷയത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് യത്തീംഖാന ഭാരവാഹികൾ. സംഭവം അറിഞ്ഞ ഉടൻ പോലീസിൽ അറിയിച്ചു. അന്വേഷണത്തോട് സഹകരിക്കുമെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അധികൃതർ. വരൾച്ചയിൽ വീണ്ടും വിചാരം. വരൾച്ചാ ഭീഷണി നേരിടാൻ പുതിയ പരീക്ഷണവുമായി സംസ്ഥാന സർക്കാർ. പ്രശ്നപരിഹാരത്തിന് കൃത്രിമ മഴയ്ക്ക് സാധ്യത തേടുമെന്ന് മുഖ്യമന്ത്രി. ആലോചന ക്ലൗഡ് സീഡിംഗ് രീതിയിലുള്ള പരീക്ഷണത്തിന്. വരൾച്ചയെ നേരിടാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ മറുപടി ഷാഫി പറമ്പിൽ MLA കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മറുപടിയായി. വരൾച്ചയെ തുടർന്ന് കൃഷി നശിച്ച എല്ലാവർക്കും സർക്കാർ നഷ്ടപരിഹാരം നൽകും. മഴ ലഭിക്കാത്തത് LDFന്റെ കുറ്റമാണോ എന്ന് പ്രതിപക്ഷം ആലോചിക്കണമെന്നും പിണറായി വിജയൻ. എന്നാൽ വരൾച്ച നേരിടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷം. കൂടിയാലോചന നടത്തിയതുകൊണ്ടോ യോഗം ചേർന്നാലോ ജനങ്ങൾക്ക് വെള്ളം എത്തിക്കാനാകില്ലെന്നും വിമർശനം. അതേസമയം വരൾച്ചയിൽ സംസ്ഥാന നിലപാട് കേൾക്കാൻ കേന്ദ്രം തയ്യാറായില്ലെന്ന് പിണറായി വിജയൻ. പ്രധാനമന്ത്രിയുടേത് നിഷേധാത്മക നിലപാടെന്നും മുഖ്യമന്ത്രി. അംഗത്തിന് അവസാന രംഗം. രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് നാളെ അവസാന ഘട്ടം. വോട്ടെടുപ്പ് ഉത്തർപ്രദേശിലെ 40 മണ്ഡലങ്ങളിലേക്കും മണിപ്പൂരിലെ 22 സീറ്റുകളിലേക്കും. 2 സംസ്ഥാനങ്ങളിലും നിശബ്ദ പ്രചരണത്തിൽ സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പ് പൂർത്തിയായ 5 സംസ്ഥാനങ്ങളിലും ശനിയാഴ്ച വോട്ടെണ്ണൽ. പുതിയ രാഷ്ട്രീയ സഖ്യങ്ങൾക്ക് വഴിയൊരുക്കിയ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത് കഴിഞ്ഞ മാസം 4-ന്. ഉത്തർപ്രദേശിനും മണിപ്പൂരിനും പുറമെ ജനവിധി തേടുന്ന പഞ്ചാബിലും ഗോവയിലും ഉത്തരാഖണ്ഡിലും തിരഞ്ഞെടുപ്പ് പൂർത്തിയായത് ഒറ്റഘട്ടമായി. ദേശീയ പാർട്ടികൾക്ക് പുറമെ തിരഞ്ഞെടുപ്പ് ഫലം സമാജ്വാദി പാർട്ടി, ആം ആദ്മി, അകാലിദൾ എന്നിവയ്ക്കും നിർണായകം. വരാനിരിക്കുന്ന രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലും നിർണായക സ്വാധീനം ചെലുത്തുന്ന UP ഫലം BJPക്ക് അഭിമാന വിഷയം. പഞ്ചാബ് തിരികെ പിടിക്കുമെന്ന കോൺഗ്രസ് പ്രതീക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തി ആം ആദ്മി. യാത്രാവിലക്കിൽ തിരുത്ത്. അമേരിക്കൻ യാത്രാവിലക്കിൽ നിന്ന് ഇറാഖിനെ ഒഴിവാക്കി ട്രംപിന്റെ പുതിയ കുടിയേറ്റ നയം. പുതിയ ഉത്തരവ് 7 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ജനുവരി 27-ന് ഏർപ്പെടുത്തിയ വിലക്ക് ഫെഡറൽ കോടതി മരവിപ്പിച്ച സാഹചര്യത്തിൽ പുതിയ ഉത്തരവ് ഈ മാസം 16-ന് നിലവിൽ വരുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ്. ഇറാഖിന് പുറമെ നേരത്തെ അമേരിക്ക യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് ഇറാൻ, സിറിയ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക്. എന്നാൽ സ്ഥിരതാമസത്തിന് ഗ്രീൻ കാർഡ് ഉള്ളവർക്കും ഇതിനകം വിസ ലഭിച്ചവർക്കും വിലക്ക് ബാധകമാകില്ല. സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2750 രൂപ, പവൻ 22,000 രൂപ. വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30-ന് MG പ്രതീക്ഷ ചേരും. നമസ്കാരം.